എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാര വെഡിങ് ചാനലായിട്ടുള്ള മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് സൺ കാർഡ്, നെക്സ്റ്റ് വന്നിട്ട് ദ വേൾഡ് കാർഡ്, 9 ഓഫ് wands, ക്യൂൻ ഓഫ് സോഡ്സ്, ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് ആദ്യം തന്നെ. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഉയർച്ച എല്ലാ തലത്തിലുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് പൊതുവേ യു ആർ നോട്ട് അപ്രീഷിയേറ്റഡ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളൊരു അപ്രീസിയേഷൻ്റെ ഒരു സാധ്യത വളരെ കുറവായിട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യാതെ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു വാക്ക് പോലും പറയാത്തൊരു സിറ്റുവേഷനൊക്കെ അതിൽ നിന്നുള്ളൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് മാറ്റങ്ങളുണ്ടാവും, നിങ്ങളുടെ ബോസ് മാറുന്നുണ്ടാവും, സിറ്റുവേഷൻസ് മാറുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് അപ്രീസിയേഷൻ കിട്ടിത്തുടങ്ങുന്ന ഒരു അന്തരീക്ഷം എന്നുള്ള രീതിയിൽ പറയാം. അതുപോലെ തന്നെ ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന വർഷമാണ് ഈ ഒരു വർഷം. അപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങൾ, മാനേജർ പൊസിഷൻ അല്ലെങ്കിൽ ഹയർ പോസ്റ്റിലേക്കുള്ള സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം അല്ലെങ്കിൽ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും കാണിക്കുന്നു. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജോലി കണ്ടിന്യൂ ചെയ്യാതെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജോലിയിൽ പോകുമ്പോൾ നിങ്ങൾ എത്രയോ ഒരു ഇതിൽ പോയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വർക്ക് ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത കുറച്ച് നാളായിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വർഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫൈനലി ഇപ്പോൾ 2-3 വർഷം ഇപ്പോൾ ചില ആളുകൾ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, കാരണം സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിനുശേഷം വീണ്ടും ജോലി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. ഇത്ര നാളുകൾക്ക് ശേഷം നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന ആ ഒരു ലെവലിലോ അതിനേക്കാൾ മികച്ച ലെവലിലേക്കുള്ളൊരു സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ സൺ ആൻഡ് 9 ഓഫ് wands എനർജിയാണ്. ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസോ സ്കോളർഷിപ്പ് അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുന്ന പോലും ഇല്ല, കാരണം ഇതുപോലുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യുകയോ മറ്റോ ചെയ്താൽ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് കഴിവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയസാധ്യത ഇല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസമുണ്ട്, നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പോൾ നിങ്ങളത് ശ്രമിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ശ്രമിക്കുന്നത് അത് ഫലവത്താകുന്നുണ്ട്, പോസിറ്റീവ് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസവും അത് കൂടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ഒത്തിരി വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുസ്തകങ്ങൾ, എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ഒത്തിരി സാധ്യതകൾ നൽകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അതേപോലെ ചില ആളുകൾ ഹയർ പോസ്റ്റിലിപ്പോൾ
പോകാൻ ചാൻസസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്നവരെ, ഇപ്പോൾ വൈസ് ചാൻസലർ, അതുപോലെ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്പോർട്സിൽ ചാൻസസും സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ സ്പോർട്സിൽ നിങ്ങൾ നല്ല കഴിവുള്ളവരായിരിക്കും, പക്ഷേ സ്പോർട്സ് വലിയ രീതിയിൽ നമ്മുടെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രമിക്കുകയും നിങ്ങൾക്ക് അതിൽ ഒത്തിരി മുന്നേറാൻ പറ്റുകയും ഒക്കെയുള്ളൊരു ചാൻസസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാവാം. അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടിട്ട്, അപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ കൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്പോർട്സ്, അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ്, നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചെറുപ്പകാലത്തിൽ ഇന്ന് സ്പോർട്സിൽ വളരെ നന്നായിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അതൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കുന്ന ഒരു ചാൻസ്, ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സൺ കാർഡ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ചില അതായത് ക്രഷ് കാണിക്കുന്നത്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം കൂടുതലും കാണിക്കുന്നത്, വിദ്യാഭ്യാസ കാലഘട്ടം ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ കൗമാരം, യൗവനം, ആ ഒരു ഇതിൻ്റേതായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ പ്രണയവും അതിനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ക്രഷ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പ്രണയ സാധ്യതകളൊക്കെ കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രണയം ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ല പറയുന്നത്, മറിച്ച് പ്രണയത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ഡ്രീം വേൾഡിലാണ്. അപ്പോൾ ആ ഒരു ഡ്രീം വേൾഡിൽ നിൽക്കുമ്പോൾ ചുറ്റുമുള്ള മറ്റുള്ള കാര്യങ്ങളും മറന്നു പോകുന്ന ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക എന്നാണ്. കാരണം ഇപ്പോൾ വിദ്യാർത്ഥിയാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോവുക. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ജോലിക്ക്, അല്ലെങ്കിൽ ഫുൾ ടൈം ആ ഇതിൽ മാത്രം ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ, അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ മരിച്ചു പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഡിവോഴ്സോ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് നിങ്ങൾക്ക് പാർട്ട്ണർ ഇല്ല, പക്ഷേ നിങ്ങൾ ഫാമിലി മക്കളോടൊപ്പമായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നതോ അങ്ങനത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കാം. ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്കൊരു പാർട്ട്ണർ വേണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാം. അപ്പോൾ ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ തന്നെ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സംസാരിച്ചൊരു വ്യക്തി ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതൊരു പ്രണയത്തിലേക്ക് മാറുന്നു ആവും. അപ്പോൾ പ്രായമായിട്ടുള്ള ചില വ്യക്തികളുടെ നിങ്ങളുടെ വിവാഹം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാരൻസ് ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്ന സിറ്റുവേഷനുണ്ട്. അതിപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്സ്ഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ്. കാരണം അത് നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് അവർക്കൊരു കൂട്ടുക എന്നുള്ളത്. പക്ഷെ അതേസമയം നിങ്ങൾ സൊസൈറ്റിയെക്കുറിച്ചും ചെറുതായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അവരുടെ ഒരു പുതുജീവിതം അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു ഇത് അവർക്ക് ഈ പ്രായത്തിൽ നൽകാൻ കഴിയുന്നതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ അഥവാ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്, നിങ്ങൾ പ്രായമായിട്ടുള്ളൊരു 70 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ 60-70 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പങ്കാളി, ഒരു പുതിയ ജീവിതം വീണ്ടും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതേപോലെ വേൾഡ് കാർഡ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. യാത്രകൾക്കുള്ള അവസരമുണ്ട്. യാത്രകൾക്കുള്ള അവസരം എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യം വരുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് പോയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എവിടെ, അതായത് ഇന്ന സ്ഥലം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ചൊരു സ്ഥലമായിരിക്കും, കാലങ്ങളായിട്ട് സ്വപ്നങ്ങളിലുള്ള അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അവിടെ പോയിട്ട് നിങ്ങൾ ആ ഒരു രാജ്യം സന്ദർശിക്കുന്ന ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യാത്ര, ചില ആളുകളെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വ്യത്യസ്തമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് ഫാമിലിയായിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു യാത്രയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സുമായിട്ടായിരിക്കും. അപ്പോൾ വിദേശത്തേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയുള്ള സിറ്റുവേഷൻ യാത്രകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ യാത്രകളിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് സ്വാഭാവികമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്, ഇതുവരെ കാണാത്ത കാര്യങ്ങൾ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഇന്നുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല,
ഈ യാത്രയിൽ നിങ്ങൾ പോകുമ്പോൾ അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് മറന്നു പോകുന്നതല്ല, അവിടെ നിന്ന് നിങ്ങൾ പഠിച്ച ചില കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ നിന്ന് നേടിയ ചില അറിവുകളോ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉപയോഗം വരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ അതായത് അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് പോരാതെ കൂടെ കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ അത് പ്രയോജനം ചെയ്യുന്ന ഒരു സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.